പ്രചരണമാണ്. ഇന്ന് പാലക്കാട് നിശബ്ദ പ്രചരണമാണ്. നിശബ്ദ പ്രചരണത്തിൽ വോട്ടോട്ടത്തിലാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും എല്ലാവരും തന്നെ. നമുക്കിപ്പം ഷാഫി പറമ്പിൽ ചേരുന്നുണ്ട് തത്സമയം. ഷാഫി പറമ്പിൽ, വെരി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺ. എനിക്ക് തോന്നുന്നു വലിയ പരസ്യ പ്രചരണത്തിന്റെ ഒരു തിരക്കൊക്കെ കഴിഞ്ഞൊരു ക്ഷീണം മുഖത്ത് കാണാനുണ്ട്. പക്ഷെ ഒരു ആത്മവിശ്വാസവും കണ്ണിൽ തിളങ്ങുന്നുണ്ട്. മുഖത്ത് ക്ഷീണം ഉണ്ടാവും, പക്ഷെ മനസ്സിലില്ല. എല്ലാ രാഷ്ട്രീയ ക്ഷീണവും ഞങ്ങളുടെ എതിരാളികൾക്കാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഞാൻ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തൊരു വാർത്ത അതിൽ തുടങ്ങാം. ഈ സിറാജും സുപ്രഭാതത്തിന്റെയും പരസ്യം ഇന്ന് കണ്ടായിരുന്നു. കാന്തപുരത്തിന്റെയും അതേപോലെ സമസ്തയുടെയും മുഖപത്രത്തിൽ മുഴുവൻ പേജ് പരസ്യമാണ്. ശ്രദ്ധിച്ചായിരുന്നോ ഷാഫി? അതിപ്പം എന്നെ മൊബൈലിൽ ഒരാൾ കാണിച്ചായിരുന്നു. ഇപ്പോൾ സന്ദീപ് വാര്യരുടെ സ്റ്റേറ്റ്മെന്റുകളാണ് അതിൽ പ്രധാനമായിട്ടുമുള്ളത്. എനിക്ക് തോന്നുന്നു ഇത് LDFന്റെ അവസാനത്തെ അടവാണ് ഇപ്പോൾ പയറ്റാൻ പോകുന്നത് എന്നതാണ്. ന്യൂനപക്ഷ വോട്ടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള നീക്കമാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞ സന്ദീപിന് വേണ്ടി സ്ക്രീൻഷോട്ടിന് സമാനമായിട്ടുള്ള പറഞ്ഞോളൂ. ഒരു കാഫിർ സ്ക്രീൻഷോട്ടിന് സമാനമായ ഒരു അടവാണ് ഇന്ന് കുറച്ചും കൂടെ എന്താ പറയുക, ഗ്ലോറിഫൈ ചെയ്തിട്ട് ഇറക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇന്നത്തെ പരസ്യം ഞാൻ മൊബൈലിൽ കണ്ടപ്പോൾ ഒരു പേജ് പരസ്യത്തിൻ്റെ 1/4 പേജ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി പോലും സംസാരിക്കുന്നുള്ളൂ. അതിൻ്റെ ഹെഡിങ്ങിൽ തരംഗം എന്നുണ്ട്, പക്ഷെ അതിൻ്റെ മേലെ ചേർക്കേണ്ട വാചകമല്ല അതിനകത്ത് ചേർത്തിട്ടുള്ളത്. CPIM ഇത്രയും മതപ്പതിക്കരുതായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ആ കാര്യത്തിലുള്ള നിലപാട്. ഞാൻ ചോദിക്കുന്ന ആ പത്രത്തിൻ്റെ 2 കോപ്പി നേരിട്ട് AK ബാലൻ്റെ വീട്ടിലും MP രാജേഷിൻ്റെ വീട്ടിലും CPM നേതാക്കന്മാർ എത്തിച്ചു കൊടുക്കണം. കാരണം ക്രിസ്റ്റൽ ക്ലിയർ എന്ന് അവർ വിശേഷിപ്പിച്ച ഒരാളെ സംബന്ധിച്ച് ആ വ്യക്തിയോട് യാതൊരു വിരോധവുമില്ല, ഒരു കുഴപ്പവുമില്ല. അതൊരു ഐഡിയോളജിയോട് മാത്രമാണ് അഭിപ്രായ വ്യത്യാസം. അത് ഉപേക്ഷിച്ച് വന്നാൽ ഞങ്ങൾ സ്വീകരിക്കുമെന്ന് പത്രസമ്മേളനം നടത്തി മാധ്യമങ്ങളിലൂടെ പരസ്യമായി കേരളീയ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ പറഞ്ഞിട്ട് ആ നാവ് വായ്ക്കകത്തേക്ക് ഇട്ടിട്ട് അധിക ദിവസവും ആയിട്ടില്ല. അങ്ങനെ നിലപാടെടുത്ത ആളുകൾ ഞാൻ ഫാക്ടറിയുടെ വെറുപ്പിൻ്റെ ഫാക്ടറി ഉപേക്ഷിച്ച് വരുന്നുവെന്ന് ഐഡിയോളജിക്കലി അത് BJPയെ വെറുപ്പിൻ്റെ ഫാക്ടറി എന്ന് വിളിച്ച ഒരാൾ. അതുപോലെ തന്നെ അവിടെ നിൽക്കുമ്പോൾ പറഞ്ഞ പ്രത്യയശാസ്ത്രമായ അതിനോട് ചേർന്ന് നിൽക്കുമ്പോൾ പറഞ്ഞ വാചകങ്ങൾ തെറ്റായി പോയെന്നും അതിൽ ജാള്യതയുണ്ടെന്നും അത് ഞാൻ വലിച്ചെറിയുന്നുവെന്ന് ആർജവത്തോടെ പറഞ്ഞൊരാൾ. ഈ നാടിൻ്റെ ഐക്യത്തിലും ഇൻക്ലൂസീവ് പൊളിറ്റിക്സിലും വിശ്വസിക്കുന്നുവെന്നും ഒരു സെക്യുലർ പ്ലാറ്റ്ഫോമിലേക്ക് എൻ്റെ ചിന്തയും രാഷ്ട്രീയ പ്രവർത്തനവും ഞാൻ മാറുന്നു എന്ന് പറഞ്ഞതിലേക്ക് വന്ന ഒരാളെ സംബന്ധിച്ച് 2 പത്രങ്ങൾ മാത്രം തിരഞ്ഞെടുത്തിട്ട് ഇങ്ങനെ ഒരു പരസ്യം CPIM കൊടുക്കുക. മുഖ്യമന്ത്രിയുടെ വാക്കുകൾക്ക് സുരേന്ദ്രൻ്റെ ടോണാണ് എന്ന് പറയുന്നത് പോലെ തന്നെ CPIMൻ്റെ പരസ്യങ്ങൾക്ക് ഇപ്പം സംഘപരിവാറിൻ്റെ ഭാഷയാണ് എന്ന് പറയേണ്ടതായിട്ട് വരും. BJPയിൽ നിന്നൊരാൾ പോയതിൽ CPM എന്തിനാ ഇത്രയും വിഷമിക്കുന്നത്? ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം, BJPയിലേക്ക് ഒരാൾ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നതും CPMൻ്റെ ചില നേതാക്കന്മാരാണ്. BJPയിൽ നിന്നൊരാൾ മാറിയാൽ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നതും CPMൻ്റെ ചില നേതാക്കന്മാരാണ്. ഇത് ഒരു രഹസ്യബന്ധം എന്നുള്ളതൊക്കെ കവിഞ്ഞിട്ട് ഒരു പരസ്യ ബാന്ധവും ഒരു മുന്നണി പ്രവർത്തനം പോലെയാണ്. ആ പരസ്യം ഇപ്പൊ സന്ദീപ് വാര്യർ പാർട്ടി മാറിയതിനെതിരായിട്ടൊരു പരസ്യം BJP കൊടുക്കുന്ന മനസ്സിലാക്കാം. CPM എന്തിനാ കൊടുക്കുന്നത്? BJP അത് ഡ്രോപ്പ് ചെയ്തിട്ടല്ലേ വന്നിരിക്കുന്നത്. അതും 2 പത്രങ്ങൾ മാത്രം തിരഞ്ഞെടുക്കുക. എനിക്ക് അറിഞ്ഞൂടെ. അതാ ഞാൻ പറഞ്ഞത്, 2 പത്രങ്ങൾ മാത്രം തിരഞ്ഞെടുത്തിട്ട് അപകടകരമായ രാഷ്ട്രീയമാണ് CPM കളിക്കുന്നത്. ഞാൻ ആവർത്തിച്ച് പറയുന്നു, കാഫിർ സ്ക്രീൻഷോട്ടിന്റെ ഒരു ഗ്ലോറിഫൈഡ് വേർഷനാണിത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിന് എങ്ങനെ അനുമതി കൊടുത്തു എന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. മാത്രമല്ല, ഒരു അഡ്വർട്ടോറിയൽ എന്ന നിലയിലാണ് അത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. പെട്ടെന്ന് കൺഫ്യൂസിംഗ് ആവുകയും ചെയ്യും ഈ വോട്ടർമാർക്കിടയിൽ അത് തലേ ദിവസം എത്തുന്ന സമയത്ത്. ഞാനിനി 1-2 കാര്യങ്ങളിലേക്ക് കൂടി എത്തിയാൽ, ഈ തെരഞ്ഞെടുപ്പിൽ വളരെ ഇന്റൻഷനിലാണ്. അതെ, ഒരുപാട് വിഷയങ്ങൾ ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്തു, വിവാദങ്ങൾ കണ്ടു. വോട്ടർമാർ ശരിക്കും കൺഫ്യൂസ്ഡ് ആണോ, അതല്ല വോട്ടർമാർ അവരുടെ ജനവിധി മനസ്സിൽ ഉറപ്പിച്ച് കഴിഞ്ഞോ ഷാഫി? 100% ഡോക്ടർ അരുൺ, അങ്ങേക്ക് പാലക്കാട് കൃത്യമായിട്ട് അറിയുന്ന ആളാണ്. പാലക്കാടിൻ്റെ മുക്കിൽ മൂലയിലുള്ള ആളുകളെ അങ്ങേക്ക് അറിയാം, ഈ പ്രദേശം അങ്ങേക്ക് അറിയാം. നമ്മൾ ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ്, പാലക്കാട്ടെ തെരഞ്ഞെടുപ്പുകൾ ഇത്തരം കാര്യങ്ങൾ ഡ്രൈവ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് താങ്കൾക്ക് സൂചിപ്പിക്കാൻ കഴിയും? ഞാനിതുവരെ കണ്ടിട്ടില്ല. പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് ഇത്തരം വാർത്തകളിലോ TV കൊടുങ്കാറ്റുകളിലോ അല്ല പാലക്കാട്ടെ ജനങ്ങളുടെ മനസ്സും തെരഞ്ഞെടുപ്പും. നിങ്ങൾ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയ UDF സ്ഥാനാർത്ഥിയോട് പോലും ആളുകൾ ചോദിക്കുന്നത് നിങ്ങൾക്ക് ഈ വിവാദങ്ങളല്ലാതെ ഞങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞുകൂടെ എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ അവരാഗ്രഹിക്കുന്ന അവരുടെ പ്രയാസങ്ങൾ വോയിസ് ചെയ്യപ്പെടണം.
അതിന് പരിഹാരം ഉണ്ടാക്കാം എന്നുള്ള നിർദ്ദേശങ്ങൾ വരണം. അതൊരു കമ്മിറ്റ്മെൻ്റായി മാറണം എന്ന് ആഗ്രഹിക്കുന്ന ജനതയാണ് ഞാൻ. സത്യസന്ധമായിട്ട് ഡോക്ടർ അരുണിനോട് ചോദിച്ചോട്ടെ, നിങ്ങൾ അവിടെ പെട്ടി വിവാദം റീക്രിയേറ്റ് ചെയ്യണമൊക്കെ ഞാൻ കണ്ടു കഴിഞ്ഞ ഒരു ദിവസം അതിൽ കൂടെ നടന്നു പോകുമ്പോൾ. നിങ്ങൾ സത്യസന്ധമായിട്ട് പറ, ഏതെങ്കിലും ഒരു പാലക്കാട്ടെ വോട്ടർ താങ്കളെടുത്ത് വന്നിട്ട് അല്ല പെട്ടി വിവാദം ഉണ്ടായില്ലേ, ഞങ്ങൾ UDF-നെതിരായിട്ട് വോട്ട് ചെയ്തിട്ടോ എന്ന് പറഞ്ഞ ഒരു എക്സ്പീരിയൻസ് താങ്കൾ എന്നോട് പറയേണ്ട, താങ്കൾ മനസ്സിൽ ഓർത്തോളൂ. ഒരു എക്സ്പീരിയൻസ് താങ്കൾക്ക് ഉള്ളിലുണ്ടായിട്ടുണ്ടോ? ഒരാൾ വന്ന് പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ സ്പിരിറ്റ് കടത്തിയത് ഞങ്ങളാണെന്ന് പറഞ്ഞിട്ട് വാർത്ത കൊടുത്തു. അത് വിശ്വസിച്ച് ഏതെങ്കിലും ഒരാൾ വന്നിട്ട് UDF സ്പിരിറ്റ് കടത്തിയില്ലേ, ഇത്തവണ ഞങ്ങൾ UDF-ന് വോട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ടോ? അപ്പം ഞാൻ പറഞ്ഞത്, ജനങ്ങൾ വിശ്വസിക്കാത്ത യഥാർത്ഥ പ്രശ്നങ്ങളെ മറച്ചു പിടിക്കാനുള്ള അത്തരം ശ്രമങ്ങളെയും ഇന്ന് ഈ പരസ്യമെന്ന പേരിൽ അവർ നടത്തുന്ന വിദ്വേഷ പ്രചരണത്തെയും അതിനെയൊക്കെ കൃത്യമായി തിരിച്ചറിയാൻ കഴിയുന്ന ആളുകളാണ് പാലക്കാടുള്ളത്. പാലക്കാടിന്റെ രാഷ്ട്രീയ ബോധത്തെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ കേരളത്തിൽ ഏറ്റവും വലിയ ഞാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ പറ്റി ഒരു വാക്കൊന്ന് പറഞ്ഞോട്ടെ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് എല്ലാം കൊണ്ടും പ്രതികൂലമായ ഒരു കാലാവസ്ഥയിൽ മെട്രോമാൻ ഈ ശ്രീധരനെ പോലെ ഒരാൾ വന്ന് മത്സരിച്ചൊരു തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രിയും അമിത്ഷായും ഉൾപ്പെടെയുള്ള ആളുകൾ നേരിട്ട് വന്ന് ക്യാമ്പയിൻ നടത്തി എല്ലാ പിന്തുണയും പ്രഖ്യാപിച്ചൊരു തെരഞ്ഞെടുപ്പിൽ ഈ പാലക്കാട് ജില്ലയിൽ ഒറ്റ സീറ്റ് മാത്രം കോൺഗ്രസ് ജയിച്ച ഒരു തെരഞ്ഞെടുപ്പിൽ, തൊട്ടടുത്ത ജില്ലയായ തൃശ്ശൂരിലും ഒരേ ഒരു സീറ്റ് മാത്രം കോൺഗ്രസ് ജയിച്ചൊരു തെരഞ്ഞെടുപ്പിൽ, രണ്ടാമതും ഞങ്ങൾ ഭരണത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടൊരു തെരഞ്ഞെടുപ്പിൽ പോലും 3859 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടെ ഈ സീറ്റ് ഞങ്ങളെ ഏൽപ്പിച്ചവരാണ് പാലക്കാട്ടെ ജനങ്ങൾ. അവരുടെ രാഷ്ട്രീയ ബോധത്തെ ആർക്കും മിസ്ലീഡ് ചെയ്യാനോ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാനോ കഴിയില്ല. ഷഫി, ഒരു കാര്യം കൂടി, ഈ BJP നടത്തുന്ന ഒരു സൈലന്റ് പ്രചരണത്തെക്കുറിച്ച് പല കോണുകളിൽ നിന്ന് ഞാൻ കേൾക്കുന്നു. അവർ മാസീവായിട്ടുള്ളൊരു പ്രചരണത്തിനും അപ്പുറം ഡോർ ടു ഡോർ ക്യാമ്പയിനുകൾ കേന്ദ്രീകരിച്ച് RSSന്റെ മുഴുവൻ സംഘടനാ ശേഷിയും ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പ്രചരണമാണ് നടത്തുന്നത്. അവർ എന്നോട് പറഞ്ഞത് പിരായിയിലും കണ്ണൂരിലും കണ്ണാടിയിലും മാത്തൂരിലുമെല്ലാം ഡോർ ടു ഡോർ പ്രചരണമാണ്. അത് നിങ്ങൾ കാണുന്നില്ലെന്നേ ഉള്ളൂ, അടിയൊഴുക്കുകൾ വളരെ സജീവമാണ് എന്നാണ്. അതല്പം ആശങ്ക ഉണ്ടാക്കുന്നുണ്ടോ ഷാഫി? അടിയൊഴുക്കുകൾ സജീവമാണ്. അത് BJPക്ക് അകത്ത് നടക്കുന്ന അടിയൊഴുക്കുകളാണ്. ഞാൻ ഡോക്ടർ അരുൺ, ഒരു കാര്യം ഓർമ്മയുണ്ടോ? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJP സജീവമായിട്ട് നടത്തിയ വർക്കിൻ്റെ ഒരു 7 അയലത്ത് ഇത്തവണത്തെ അവരുടെ വർക്ക് എത്തുമെന്ന് കരുതാൻ പറ്റുമോ? അന്ന് അവർക്ക് വേണ്ടി ആ വർക്ക് ഏറ്റെടുത്ത് നടപ്പിലാക്കിയ ആളുകൾ ആരൊക്കെയാ? അത്രയും സജീവമായിട്ട് RSS ഇപ്പോൾ ഫീൽഡിലുണ്ടോ? ഞാൻ ചോദിക്കുന്നത്, അന്ന് ഈ പറയുന്ന മെട്രോമാന് വേണ്ടി നടന്ന വർക്കിൻ്റെ വോള്യവും അതിൻ്റെ ഡെപ്തും നമ്മൾ നേരിട്ട് കണ്ടതല്ലേ? അതുപോലൊരു സ്ഥാനാർത്ഥിയാണോ ഇപ്പോൾ ഉള്ളത്? ഇപ്പോൾ BJPക്കാർ പോലും മുഴുവനായിട്ട് അംഗീകരിക്കാത്ത, അവർ പോലും മനസ്സുകൊണ്ട് യോജിപ്പില്ലാത്ത, എന്ന് മാത്രമല്ല BJPയുടെ പരമ്പരാഗത ശക്തി കേന്ദ്രങ്ങളിൽ, അതായത് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയൊക്കെ കാലം വരുന്നതിന് മുമ്പും 1950കളിൽ ജനസംഘത്തിന് 5 or 6 കൗൺസിലർമാരെ കൊടുത്തിരുന്ന പരമ്പരാഗത ശക്തി കേന്ദ്രങ്ങളിൽ ഇവരോടുള്ള വിയോജിപ്പ് വളരെ പ്രകടമായിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പല്ലേ ഇത്? ഞങ്ങൾക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ BJPയെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒന്നും BJPക്ക് അകത്തുമില്ല, BJP വഴി പാലക്കാട്ടെ പൊതുസമൂഹത്തിലും ഉണ്ടായിട്ടില്ല. ഒരു കാര്യം കൂടി ഷാഫി, ഈ ഡോക്ടർ സരിന്റെ സ്ഥാനാർത്ഥിത്വം വന്നതിനു ശേഷം CPM കണക്ക് കൂട്ടുന്നത് കഴിഞ്ഞ തവണ മെട്രോമാൻ ശ്രീധരന് കിട്ടിയ ഒരു അപ്പർ ക്ലാസ് എഡ്യൂക്കേറ്റഡ് അർബൻ വോട്ടുകൾ ഇത്തവണ സരിൻ അതിൻ്റെ ഒരു 3000-4000 വോട്ടുകൾ ലഭിക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ്. അത് സ്ഥാനാർത്ഥിയുടെ വ്യക്തിത്വത്തിന് കിട്ടുന്ന, അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണൽ മികവിന് കിട്ടുന്ന ഒരു അംഗീകാരം എന്ന നിലയിലാണ് CPM കണക്ക് കൂട്ടുന്നത്. അങ്ങനെയൊരു ആശങ്ക നിങ്ങൾക്കുണ്ടോ? എൻ്റെ നോട്ടത്തിൽ മറിച്ചൊരു സാഹചര്യമാണ് ഞാൻ കാണുന്നത്. CPM അണികൾ പോലും അവരുടെ ചിഹ്നം ഉൾപ്പെടെ ഉപേക്ഷിക്കപ്പെട്ട ഒരു സാഹചര്യത്തിൽ CPM അണികൾ പോലും മുഴുവനായിട്ട് അവരുടെ വോട്ടിംഗ് പാറ്റേണിൽ അലൈൻ ചെയ്ത് നിൽക്കുമെന്നുള്ളത് ഞാൻ കരുതുന്നില്ല. എനിക്ക് ഫീൽഡിൽ നിന്ന് മനസ്സിലാവുന്ന കാര്യങ്ങൾ അങ്ങനെയാണ്. റൈറ്റ്. നിലവിൽ മുഖ്യമന്ത്രി കടന്നാക്രമിച്ചിരിക്കുകയാണ് ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് തങ്ങളെ. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ നടക്കുന്നു. പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കം രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടാവുന്നു. നേരത്തെ പറഞ്ഞതുപോലെ അപകടകരമായൊരു രാഷ്ട്രീയത്തിനാണോ ആ അർത്ഥത്തിൽ CPM മുതിരുന്നത്? കാര്യം പാണക്കാട് തങ്ങളെ ഒന്നും ആ അർത്ഥത്തിൽ രാഷ്ട്രീയമായി അടുത്ത കാലത്തൊന്നും തുറന്ന് വിമർശിച്ചതായി നമ്മൾ കേട്ടിട്ടില്ല. അവിടെയാണ് ജമാഅത്തയുടെ അനുയായി എന്ന് പറയുന്നത്. ഒരു കാര്യം കൂടി അതിനോടൊപ്പം കൂട്ടിച്ചേർത്ത് പറയാൻ, നമ്മൾ തുടർന്ന ചർച്ചകളിലെല്ലാം ഞങ്ങളോട് പറഞ്ഞതും എതിരാളികൾ നമ്മളോട് തർക്കിച്ചതുമായ വിഷയം SDP-യുടെ ലഘുലേഖകൾ വിതരണം ചെയ്യപ്പെടുന്നു, ജമാഅത്തയുടെ പിന്തുണയുണ്ടാവുന്നു, ലീഗ് ജമാഅത്തയുടെയും SDP-യുടെയും തടവറയിലാണെന്ന CPM പ്രസ്താവന വരുന്നു. ഇതെങ്ങനെയായിരിക്കും മണ്ഡലത്തിലെ മൈനോറിറ്റി വോട്ടുകളെ സ്വാധീനിക്കുക ഷാഫി?
ഒരിക്കലും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ പാടില്ലാത്തൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു അത്. ഒരു കാരണവശാലും ജസ്റ്റിഫൈ ചെയ്യാൻ കഴിയാവുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് അല്ല. ലീഗിനെ രാഷ്ട്രീയമായി വിമർശിച്ചോട്ടെ, അതിന് കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ നേതൃത്വത്തെയും വിമർശിച്ചോട്ടെ, അതിനും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇത് അങ്ങനെയാണോ? ഞാൻ ചോദിക്കുന്നു, ഇന്നത്തെ പത്രങ്ങൾ അരുണിൻ്റെ മുമ്പിലുണ്ടാവുമല്ലോ, ഇന്നത്തെ പ്രിൻ്റ് മാധ്യമങ്ങൾ താങ്കളുടെ മുമ്പിലുണ്ടാവുമല്ലോ. ഇന്നലെ കേരളീയ പൊതുസമൂഹം ആഗ്രഹിക്കുന്ന ഒരു രമ്യമായ പരിഹാരം മുനമ്പം വിഷയത്തിൽ, അവിടെയുള്ള ഒരാളെ പോലും കുടിയൊഴിപ്പിക്കരുത്, ഒരു കുടുംബത്തെ പോലും ആശങ്കയിൽ ആഴ്ത്തരുത്, അല്ലെങ്കിൽ അവർക്ക് ആശങ്കയിൽ നിന്ന് മോചനം വേണമെന്നുള്ള നിലപാട് ഈ പറയുന്ന പാണക്കാട് തങ്ങളും PK കുഞ്ഞാലിക്കുട്ടി സാഹിബും ഉൾപ്പെടെയുള്ള ആളുകളെടുത്ത് അവിടെ സഭയുമായി ചർച്ച നടത്തി വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ചിത്രം കേരളീയ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ഇന്നലെയും ഇന്നുമായിട്ട് മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു ഇടപെടലല്ലേ ഈ പാണക്കാട് തങ്ങൾ നടത്തിയത്? കേരളീയ പൊതുസമൂഹത്തിൽ BJP ഒരിക്കൽ കൂടെ കുളം കലക്കാൻ കാത്തു നിൽക്കുമ്പോൾ അവർക്കൊരു അവസരത്തെ ഇട്ടുകൊടുത്തിട്ട് അതിൻ്റെ ഫൈനൽ ഡിസിഷൻ എടുക്കാതെ അത് പ്രൊലോങ് ചെയ്ത് അവർക്ക് ഈ തെരഞ്ഞെടുപ്പ് കാലം ഉടനീളം, പ്രത്യേകിച്ച് പാലക്കാട്ടെ തെരഞ്ഞെടുപ്പിൽ അത് ഉപയോഗിക്കാനുള്ള അവസരം ഒരുക്കി കൊടുത്ത മുഖ്യമന്ത്രി തങ്ങൾ ഇടപെട്ട് അതിനൊരു പരിഹാരം കണ്ടെത്തുമ്പോൾ ഈ നാടിൻ്റെ താല്പര്യത്തോട് എന്തെങ്കിലും ഒരു യോജിപ്പുണ്ടായിരുന്നെങ്കിൽ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യല്ലേ വേണ്ടത്? അതിന് പകരം സുരേന്ദ്രൻ്റെ ടോണിലാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണങ്ങൾ ഉണ്ടാവുന്നത്. ഞാൻ ഇന്നലെ സൂചിപ്പിച്ചു റിപ്പോർട്ടറിനോടും, സുരേന്ദ്രൻ്റെ പാസിൽ ഗോളടിക്കാൻ ശ്രമിക്കുകയാണ് മുഖ്യമന്ത്രി. പക്ഷെ അത് CPIM ഒരു സെൽഫ് ഗോളായി മാറും എന്ന കാര്യത്തിന് സംശയം വേണ്ട. അതാണ് ലൈന്. ഇന്നത്തെ പരസ്യത്തിന്റെ ലൈൻ എന്താ? ഈ മുനമ്പം വിഷയം ചർച്ചയായാൽ 6000-ഓളം ക്രിസ്ത്യൻ വോട്ടുകൾ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, 3-3.5%. അവയിൽ BJP കണ്ണും നട്ടിരിപ്പുണ്ട്. C. കൃഷ്ണകുമാർ മാത്രമാണ് മുനമ്പം സന്ദർശിച്ച ഏക പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി. ഈ 6000 വോട്ടുകളിൽ 4000 വോട്ടുകളെങ്കിലും കഴിഞ്ഞ തവണ താങ്കൾക്ക് വേണ്ടി പോൾ ചെയ്തതാവാനാണ് സാധ്യത. ആ വോട്ടുകൾ BJPയിലേക്ക് ഷിഫ്റ്റ് ആകുമെന്നുള്ളൊരു ആശങ്കയുണ്ടോ നിങ്ങൾക്ക്? അല്ല, അവർക്കൊക്കെ ഇത് തിരിച്ചറിയാൻ കഴിയില്ല ഡോക്ടർ. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ മുനമ്പം ഇഷ്യൂ ഇങ്ങനെ വേറൊരു തരത്തിൽ ഉപയോഗിക്കുന്നതിനെ തിരിച്ചറിയാൻ കഴിയാത്ത ആളുകളാണോ? ഇവിടുത്തെ കമ്മ്യൂണിറ്റിയുടെ പ്രശ്നം എന്താ? അതിന് ശാശ്വതമായ പരിഹാരം വേണം. അവരെ ഒരാളെയും കുടിയൊഴിപ്പിക്കരുത്. ആ നിലപാട് ആർജവത്തോടെ പറയുന്നത് ആരാ? ആ നിലപാട് പരസ്യമായിട്ട് ഇവിടുത്തെ മുസ്ലിം സംഘടനകളും മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങളും കോൺഗ്രസും UDFും ഒക്കെ പറയുന്നു. ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാതെ നീട്ടിക്കൊണ്ടുപോകുന്ന ആരാ? അത് CPIM. അതാരാ അതിൻ്റെ ഗുണഭോക്താവാനാ CPIM ആഗ്രഹിക്കുന്നത്? അത് BJP. ഇതൊക്കെ റീഡ് ചെയ്യാൻ കഴിയുന്നവരല്ലേ ഇവിടുത്തെ കമ്മ്യൂണിറ്റി? അവർ ഈ സാഹചര്യങ്ങളൊക്കെ റീഡ് ചെയ്യും. ഇപ്പോൾ അതാ ഇന്നലെയും ഇന്നുമായിട്ടുണ്ടാവുന്ന ഡെവലപ്മെൻറ്റ് വരെ അവരുടെ ശ്രദ്ധയിലേക്ക് വരുമല്ലോ. അപ്പം ശബരിമല പ്രശ്നം പോലും നിങ്ങൾക്കറിയാം, ശബരിമല പ്രശ്നം പോലും വിശ്വാസികൾ വേദനിച്ചപ്പോൾ അതിനെ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി, സുവർണാവസരം എന്ന് വിശേഷിപ്പിച്ച BJPയുടെ മുമ്പിൽ മുനമ്പം ഇഷ്യൂ ഒരു തെരഞ്ഞെടുപ്പ് കാരണമായിട്ട് അവർക്ക് അനുകൂലമായി വോട്ട് ചെയ്യാനുള്ള കാരണമായി ഇവിടുത്തെ കമ്മ്യൂണിറ്റി കാണുമോ? ഒരിക്കലുമില്ല. അവരിതൊക്കെ വിലയിരുത്താൻ കഴിവുള്ളവരും ശേഷിയുള്ളവരുമാണ്. ഇന്ന് മണിപ്പൂരിലെ വാർത്തകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. മണിപ്പൂരിൽ നിന്ന് അവിടെ തീ അണയുന്നില്ല എന്ന് തന്നെയല്ലേ എല്ലാവരുടെയും ടൈറ്റിലുകൾ. മൃതദേഹങ്ങൾ ഇപ്പോഴും അവിടുന്ന് കണ്ടെത്തുന്ന അവസ്ഥ ഉണ്ടാവുമല്ലേ? ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഇതുവരെ ഒന്ന് സന്ദർശിച്ചിട്ടുണ്ടോ? ഇവിടുത്തെ സ്ഥാനാർത്ഥിയാണോ രാജ്യത്തെ BJPയുടെ നയങ്ങൾ തീരുമാനിക്കുന്നത്? ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി മണിപ്പൂരിൽ ഇത്രയും എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള ഒരു കലാപം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ആ തീയൊന്ന് അണക്കാൻ, മനുഷ്യ മനസ്സുകളെ ഒന്ന് യോജിപ്പിക്കാനുള്ള ഒരു ശ്രമവും നടത്താതെ അവിടെ ഇപ്പോഴും ചില കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകളെ വേട്ടയാടുന്നതിന് നിശബ്ദമായി പിന്തുണ കൊടുക്കുന്നത് കാണാത്തവരാണോ പാലക്കാട്ടെ കമ്മ്യൂണിറ്റി? അതിനുകൂടെയുള്ള പ്രതികരണം ഈ തെരഞ്ഞെടുപ്പിലുണ്ടാകും. ഓക്കെ, ഷാഫി ഈ നേരത്തെ പറഞ്ഞു കാഫി സ്ക്രീൻഷോട്ടിന്റെ മാതൃകയിലുള്ള അപകടകരമായ കളിയാണ് ഈ സുപ്രഭാതത്തിലേക്ക് പരസ്യം ചെയ്തത് വഴി ചെയ്തതെന്ന്. കഴിഞ്ഞ ഇലക്ഷന്റെ സമയത്ത് LDFിന്റെ പരസ്യം പ്രസിദ്ധീകരിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട് ഈ സുപ്രഭാതം പത്രം കത്തിച്ചിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ സുപ്രഭാതത്തിന്റെ എഡിറ്റോറിയൽ ടീം അക്കാര്യത്തിൽ കുറച്ച് ജാഗ്രത കാണിക്കേണ്ടിയിരുന്നില്ലേ? പ്രത്യേകിച്ച് പല കോണ്ടക്സ്റ്റിൽ ഒരു പാർട്ടിയിൽ നിൽക്കുന്ന സമയത്ത് അയാൾ പറഞ്ഞ കാര്യങ്ങൾ, അതും വളരെ വർഗീയ പരാമർശമുള്ള കാര്യങ്ങൾ എടുത്ത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് പരസ്യപ്പെടുത്താൻ, ആ പരസ്യം സ്വീകരിക്കാൻ എഡിറ്റോറിയൽ ടീം തീരുമാനിച്ചത് യഥാർത്ഥത്തിൽ ശരിയായൊരു നിലപാടായിരുന്നു. കുറച്ചുകൂടി ജാഗ്രത കാണിക്കേണ്ടിയിരുന്നില്ലേ ഷാഫി? അല്ല, അതിൽ ഏറ്റവും കൂടുതൽ ജാഗ്രത കാണിക്കേണ്ടിയിരുന്നത് CPIM തന്നെയാണ്. അവർക്കിപ്പോൾ അതിനൊരു പരസ്യം എന്നുള്ള നിലയിലേക്ക് ചിലപ്പോൾ അവർക്കതിനെ കാണാം. ഒരു പരസ്യത്തിന് അവരെ സമീപിച്ചു കൊടുത്തു എന്നുള്ള തലത്തിലേക്ക് അവർക്കതിനെ കാണാം.
അത് ശരിയായിരുന്നോ വേണ്ടയോ എന്നുള്ളത് അവരുടെ നേതൃത്വം ഇരുന്ന് ആലോചിച്ചിട്ട് ഒരു തീരുമാനമെടുക്കേണ്ടതാണ്. പക്ഷെ ഞാൻ അതിനകത്ത് പിൻ പോയിന്റ് ചെയ്യുന്നത് CPIM നടത്തിയ ശ്രമത്തെ തന്നെയാണ്. CPIM-നെ പോലൊരു മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനം ഈ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം എടുത്ത സമീപനത്തെ ഞാൻ ചോദിക്കുന്നത്, ദേശാഭിമാനിയിൽ കൊടുക്കണ്ടെന്ന് അവർക്ക് തോന്നിയ പരസ്യത്തെ ഈ 2 പത്രങ്ങൾ തെരഞ്ഞെടുത്ത് കൊടുക്കുമ്പോൾ അവർ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന മെസ്സേജ് എന്താ? എന്നെ കേൾക്കുന്ന ഈ ചർച്ച കാണുന്ന CPIM-ന്റെ പ്രവർത്തകർ ആലോചിക്കണ്ടേ? ഞാൻ പറയുന്നു, അങ്ങനെ ഒരു വർഗീയ ശ്രമത്തിന് അല്ലെങ്കിൽ വർഗീയ പ്രസ്താവനകൾ നടത്തിയതിനെതിരായിട്ടുള്ള അവരുടെ പ്രതികരണമാണ് ആ പരസ്യമെങ്കിൽ അതൊരു കമ്മ്യൂണിറ്റിക്ക് മാത്രമായിട്ടാണ് ലക്ഷ്യം വെച്ചത്. ബാക്കി ഈ നാട്ടിലെ മറ്റു കമ്മ്യൂണിറ്റികളിൽ വർഗീയതയ്ക്കെതിരായിട്ടുള്ള ആളുകളില്ലേ? ആ വർഗീയതയ്ക്കെതിരെ ചിന്തിക്കുന്നവർ ഏതെങ്കിലും കമ്മ്യൂണിറ്റിയിൽ മാത്രം ഉണ്ടാവേണ്ടവരാണോ? ഇവിടുത്തെ പൊതുസമൂഹത്തിന്റെ പൊതുവായിട്ടുള്ള ചിന്തയല്ലേ അത്? അതല്ലേ കേരളത്തിലെ പൊളിറ്റിക്സ് ഇപ്പോഴും ഇങ്ങനെ നിലനിൽക്കുന്നത്? അതായത് കേരളത്തിലെ നിയമസഭയിലെ BJP-യുടെ പ്രസൻസ് ഇപ്പോഴും വർഗീയമായി തെരഞ്ഞുപിടിച്ചാണ് എന്നതാണ് താങ്കളുടെ ആക്ഷേപം. ഞാൻ പറയുന്നത് അതൊരു ഒരു വിഭാഗീയ ശ്രമമാണ്. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു. വിഭാഗീയ ശ്രമമാണ്. ഞാൻ പറയുന്നത് അതിൽ ഭൂരിപക്ഷ ന്യൂനപക്ഷ വ്യത്യാസമല്ലാതെ ഈ തെരഞ്ഞെടുപ്പിന്റെ തലേദിവസം CPIM നടത്തിയ ഈ നാടകത്തിനെതിരായിട്ടുള്ള പ്രതികരണവും നാളത്തെ വോട്ടെടുപ്പിൽ പ്രതിഫലിക്കും. ഒരു കാരണവശാലും CPIM അത് ചെയ്യാൻ പാടില്ലായിരുന്നു. അവരുടെ പ്രവർത്തകർ തന്നെ അവരെ ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ഷാഫി, ഇന്നലെ VD സതീശൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പിൽ വിജയമാണെങ്കിൽ ഞാൻ അതിലേക്ക് കടക്കുമ്പോൾ എനിക്ക് ആവർത്തിച്ച് പറയേണ്ടത് അല്ല ഡോക്ടറെ, എനിക്ക് ആവർത്തിച്ച് പറയേണ്ട ഒരു കാര്യം, ഈ പത്രത്തിന്റെ ഓരോ കോപ്പി എടുത്തിട്ട് ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ആളുകൾ നേരെ കൊണ്ടുപോയി AK ബാലന്റെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കണം, MP രാജേഷിന്റെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കണം. കാരണം അവരൊക്കെ സന്ദീപ് വാര്യരെ സംബന്ധിച്ച് പറഞ്ഞ സ്റ്റേറ്റ്മെന്റുകൾ നമ്മുടെ മുമ്പിൽ ലൈവായിട്ട് നിൽക്കുകയല്ലേ. താങ്കളുടെ മാധ്യമം ഉൾപ്പെടെ റിപ്പോർട്ടർ ഉൾപ്പെടെ അത് കവർ ചെയ്തിട്ടില്ലേ? അവർ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്, അവർ ഈ സന്ദീപ് വാര്യരെ ക്രിസ്റ്റൽ ക്ലിയർ എന്ന് വിളിച്ചിട്ട് സർട്ടിഫിക്കറ്റ് ഒപ്പിട്ട് കൊടുത്തത് ആരാ ആദ്യം? ആ വ്യക്തിയോട് യാതൊരു വിയോജിപ്പുമില്ല, ആശയങ്ങളോട് മാത്രമാണ് വിയോജിപ്പെന്ന് പറഞ്ഞത് ആരാ? അപ്പൊ ആ ആശയങ്ങൾ ഉപേക്ഷിക്കുന്നെന്നും അത് വെറുപ്പിന്റെ ഫാക്ടറി ആണെന്നും അവിടെ നിന്ന് സ്നേഹം പ്രതീക്ഷിക്കാൻ കഴിയില്ലെന്നും സ്നേഹത്തിന്റെയും ഇൻക്ലൂസീവ് പൊളിറ്റിക്സിലേക്കും കടന്നു വരുന്നു എന്നുള്ളതും പറഞ്ഞു പോയതിൽ ജാള്യതയുണ്ട്, അത് തെറ്റായിപ്പോയെന്ന് തിരിച്ചറിയുന്നു, ഞാൻ അതിനെ ദൂരെ കളയുന്നു എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചിട്ട് ഞാനത് 20-ാം തീയതിയുടെ കാര്യമോ 23-ാം തീയതിയുടെ കൗണ്ടിങ്ങിന്റെ കാര്യമല്ല, 20 കഴിഞ്ഞാലും 23 കഴിഞ്ഞാലും ഈ ഭിന്നിപ്പിന്റെ രാഷ്ട്രീയത്തിൽ നിന്ന് ഒരാളെങ്കിലും മാറി നടക്കാന്ന് പറഞ്ഞാൽ നാടിന് നല്ലതല്ലേ? അത് അവരെല്ലാം അങ്ങനെ ആശയങ്ങൾ ചിന്തയുള്ളവരൊക്കെ അവിടെ തന്നെ തുടർന്നിട്ട് അത് തന്നെ പ്രചരിപ്പിക്കണം എന്നാണോ നമ്മൾ ആഗ്രഹിക്കേണ്ടത്? OK വാസുവിനെ പാർട്ടിയിലെടുത്ത ആളുകളല്ലേ ഡോക്ടർ അരുൺ ഇവർ? ഓക്കെ, ശരി. ഞാൻ അവസാനിപ്പിക്കുമ്പോൾ VD സതീശൻ ഇന്നലെ പറഞ്ഞത് വിജയിക്കുകയാണെങ്കിൽ അത് കോൺഗ്രസ് പ്രവർത്തകരുടെ എല്ലാം വിജയം, പരാജയമാണെങ്കിൽ അതിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും തനിക്കാണ് എന്നാണ് VD സതീശൻ ഇന്നലെ പറഞ്ഞത്. താങ്കളും എനിക്കൊന്ന് ഈ പ്രചരണത്തിന്റെ ആദ്യഘട്ടം മുതൽ അവസാനം വരെ ഉണ്ടായിരുന്നു. അതിന്റെ പേരിൽ സരിന്റെ ഭാഗത്ത് നിന്ന് ഷാനിബിന്റെ ഭാഗത്ത് നിന്നൊക്കെ വിമർശനം കേട്ടതാണ് ഷാഫി പറമ്പിൽ, താങ്കളടക്കമുള്ളവരും. ഈ തിരഞ്ഞെടുപ്പിന്റെ വിജയവും പരാജയവും താങ്കൾ എങ്ങനെയായിരിക്കും കാണുക? അല്ല, അതിന്റെ രണ്ടാമത്തെ പാർട്ട് ഉണ്ടാവില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഉറച്ച വിശ്വാസം. ഈ വിജയം ഓരോ UDF പ്രവർത്തകനും പാലക്കാട്ടുകാരനും പാലക്കാട്ടെ വോട്ടർമാർക്കും അഭിമാനമായി മാറുന്ന ഒരു വിജയമായിട്ട് തന്നെ മാറും. അതിൻ്റെ കൂട്ടുത്തരവാദിത്വം, എല്ലാവരും യോജിച്ചിട്ടുള്ള പ്രവർത്തനം, മികച്ച സ്ഥാനാർത്ഥി, ഏറ്റവും നല്ല രാഷ്ട്രീയ കാലാവസ്ഥ, ഇവിടുത്തെ ഭരണകൂടങ്ങളോടുള്ള ജനങ്ങളുടെ ശക്തമായിട്ടുള്ള വിയോജിപ്പ്, അവസാന മിനിറ്റുകളിൽ പോലും നേതൃത്വത്തിൽ ചിലർക്ക് CPM-നെ, ചിലർക്ക് BJP-യോടും BJP-യുടെ സംസ്ഥാന അധ്യക്ഷനുൾപ്പെടെ CPM-നോടും മാത്രം തോന്നുന്ന ചില മമത, ഇതൊക്കെ തിരിച്ചറിഞ്ഞിട്ട് വോട്ട് ചെയ്യുന്നൊരു ജനം ആ ചോദ്യത്തിലെ രണ്ടാമത്തെ പാർട്ടിലേക്ക് ഞങ്ങളെ നയിക്കില്ല എന്ന ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ജയിക്കും. ഈ പാലക്കാട്ടെ കിങ് ആയിരുന്നല്ലോ ഷാഫി, കിങ് മേക്കറായി നിൽക്കുമ്പോൾ എന്ത് തോന്നുന്നു? പാലക്കാട്ടെ ജനപ്രതിനിധിയായിരുന്നു ഞാൻ. തീർച്ചയായിട്ടും ഇനി വരാൻ പോകുന്ന മികച്ചൊരു ജനപ്രതിനിധിയാവും, അത് UDF-കാർ തന്നെ ആവും എന്ന് വിശ്വസിക്കുന്നതിലും അറിയുന്നതിലും ആ നല്ല പ്രഖ്യാപനത്തിന് വേണ്ടി കാത്തിരിക്കുന്നതിലും അതിയായിട്ടുള്ള സന്തോഷം. എനിക്ക് പാലക്കാടുമായിട്ടുള്ള ബന്ധത്തെ താങ്ക് യു. ഷാഫി പറമ്പിലാണ് നമുക്കൊപ്പം ചേർന്നത്.